എല്ലാവർക്കും നമസ്കാരം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി കെമിസ്ട്രിയുടെ മൊഡ്യൂൾ 10 പാർട്ട് 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എൻവയൺമെന്റൽ കെമിസ്ട്രിയുടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. നമ്മൾ എയർ പൊല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. സിലബസ് പ്രകാരം നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷൻ ആണ്. സോ അപ്പോൾ നമുക്ക് നോക്കാം. വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ഒരു കണ്ടാമിനേറ്റഡ് സ്റ്റേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഡ്രിങ്കബിൾ അല്ലാത്ത, ഡ്രിങ്ക് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ പോർട്ടബിൾ വാട്ടർ എന്നാണ് വിളിക്കുക. അപ്പം പോർട്ടബിൾ അല്ലാത്ത, ഡ്രിങ്കബിൾ അല്ലാത്ത രീതിയിൽ വാട്ടർ മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറയും. ശരിയല്ലേ? നോക്കിക്കേ, വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ് ബൈ ഹാംഫുൾ സബ്സ്റ്റൻസസ് മേക്കിംഗ് ദ വാട്ടർ അൺസ്യൂട്ടബിൾ ഫോർ ഡ്രിങ്കിങ്, ഡൊമസ്റ്റിക് യൂസ്, അഗ്രികൾച്ചർ ആൻഡ് അക്വാട്ടിക് ലൈഫ്. അതായത് വെള്ളം ഡ്രിങ്കിങ്ങിനും പറ്റില്ല, ഡൊമസ്റ്റിക് യൂസിനും പറ്റില്ല, കൃഷി ഉപയോഗങ്ങൾക്ക്, അഗ്രികൾച്ചറൽ ഉപയോഗങ്ങൾക്ക് പറ്റില്ല. അതായത് പിന്നെ ജലത്തിൽ ജീവിക്കുന്ന അനേകം ജീവജാലങ്ങളുണ്ട്, അവരുടെ ലൈഫിനും വാട്ടർ പൊല്യൂഷൻ ഒരു കാരണമാവും. ശരിയല്ലേ? മേജർ കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ആദ്യമത്തെ എന്താണ്? ഡൊമസ്റ്റിക് സീവേജ്. ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് വേസ്റ്റുകൾ, ഡിറ്റർജന്റ്, പാത്തോജൻസ്, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന വാട്ടർ പൊല്യൂഷൻ. അതെന്ത് കൂട്ടുന്നുണ്ട്? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ BOD കൂട്ടുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് വരുന്ന സ്ലൈഡ്സിൽ പറയാം. എപ്പോഴും ആലോചിക്കുക, പൊല്യൂട്ടഡ് വാട്ടർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലായിരിക്കും, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് CODയും കൂടുതലായിരിക്കും. ഇത് രണ്ടും കൂടുതലാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് മോർ പൊല്യൂട്ടഡ് ആണ് വാട്ടർ എന്നുള്ളതാണ്. പൊല്യൂട്ടഡ് അതായത് എത്രത്തോളം പൊല്യൂഷൻ ഉണ്ടോ അതിൻ്റെ ഒരു അളവുകോലാണ്, അല്ലെങ്കിൽ അതിൻ്റെ അളവാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും ഒക്കെ തരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്. ഇൻഡസ്ട്രീസ് റിലീസ് ആസിഡ്, ആൽക്കലി, ഡൈസ്, ഓയിൽസ്, ഹെവി മെറ്റൽസ് ആൻഡ് അതർ ടോക്സിക് കെമിക്കൽസ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ്, ഇൻഡസ്ട്രീസ് റിലീസ് ചെയ്യുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? PB എന്ന് പറഞ്ഞാൽ ലെഡ്. ഓക്കെ, അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു സാധനമാണ് ലെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തതാണ്. ഇത് ഓരോന്നിൻ്റെയും ഒന്ന് എഴുതി വെക്കാം. PB എന്ന് പറഞ്ഞാൽ ലെഡ് ആണ്. ദാറ്റ് ഈസ് ടോക്സിക് ടു നെർവസ് സിസ്റ്റം. ടോക്സിക് ടു നെർവസ് സിസ്റ്റം ആൻഡ് അഫക്ട്സ് ബ്രെയിൻ ഡെവലപ്മെന്റ്. അഫക്ട്സ് എന്താണ്? ബ്രെയിൻ ഡെവലപ്മെന്റ്. നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുകയും ബ്രെയിൻ ഡെവലപ്മെന്റിനെയും അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? ലെഡ് എന്ന് പറയുന്നത്. ശരിയല്ലേടോ? ഓക്കെ, ഓക്കെ അല്ലേടോ? അതൊന്ന് നോട്ട് ചെയ്തോണേ. ഡെവലപ്മെന്റ്. നെക്സ്റ്റ് മെർക്കുറി, HG. മെർക്കുറി എന്ന് പറയുന്നത് വളരെയധികം ടോക്സിക് ആണ്. എന്താണ്? അക്വാട്ടിക് ഫുഡ് ചെയിൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അത്. ഓക്കെ, ബയോ അക്യുമുലേറ്റ് ഇൻ അക്വാട്ടിക് ചെയിൻസ് എന്നാണ് നമ്മൾ പറയാ. നെക്സ്റ്റ് CD, കാഡ്മിയം. കാഡ്മിയം എന്ന് പറയുന്നത് എന്താണ്? അതും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ്. നമുക്ക് ഏതൊക്കെ ഡിസീസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്? ഇറ്റായി ഡിസീസ് എന്നൊക്കെ പറയും. നമുക്കത് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. ഓക്കെ, സിലബസിൽ അത് എടുത്തു പറയുന്നുണ്ട്. തൽക്കാലം ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ക്രോമിയം ആണെങ്കിലും എന്താണ്? ഹൈലി ടോക്സിക് ആണ്, കാർസിനോജനിക് ആണ്, വളരെ ഹാർംഫുൾ ആണ്, ക്യാൻസറസ് ആയിട്ടുള്ള സാധനമാണ്. നെക്സ്റ്റ്, ഇതൊന്ന് എടുത്തു പറയാനുള്ള കാരണം വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കേട്ടോ. കഴിഞ്ഞ എക്സാമിന് ഓൾറെഡി കാഡ്മിയത്തിന്റെ ഇറ്റായി ഡിസീസ് ചോദിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ്. അതിന് ആ ഡിസീസിന്റെ പേരൊക്കെ ആയിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് വരുന്ന സ്ലൈഡ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് ചർച്ച ചെയ്യും. ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും വാട്ടർ പൊല്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ടർ പൊല്യൂഷൻ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അത്രയാണ് ഈ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ. പിന്നെ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും. സോ അടുത്ത ഒരു കാരണം എന്താണ്? അഗ്രികൾച്ചറൽ റൺ ഓഫ്. അഗ്രികൾച്ചറൽ റൺ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫെർട്ടിലൈസേഴ്സ് ആഡ് നൈട്രേറ്റ്സ് ആൻഡ് ഫോസ്ഫേറ്റ്സ്.
ഈ നൈട്രേറ്റ്സും ഫോസ്ഫേറ്റ്സും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യണം. പെസ്റ്റിസൈഡ്സ് ആൻഡ് എന്താണ് ഇൻസെക്ടിസൈഡ്സ് മേ ഓൾസോ എൻ്റർ വാട്ടർ ബോഡീസ്. ഓക്കെ, നെക്സ്റ്റ് ഓയിൽ പൊല്യൂഷൻ. ഓയിൽ സ്പിൽസ് ഫ്രം ഷിപ്സ്, ഷിപ്പിൽ നിന്നുള്ള ഓയിൽ സ്പില്ലുകൾ, പെട്രോളിയം ഇൻഡസ്ട്രീസിൽ നിന്നുള്ള വേസ്റ്റുകൾ, അതെല്ലാം വാട്ടറിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ദിസ് റെഡ്യൂസസ് ഓക്സിജൻ ആൻഡ് എൻഹാൻസ് ഹാംസ് ഇൻ അക്വാട്ടിക് ഓർഗാനിസംസ്. ഓക്കെ, ഡിസോൾഡ് ഓക്സിജൻ DO എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസോൾഡ് ഓക്സിജൻ കൂടുതലാണെങ്കിലാണ് എന്തുണ്ടാവുക, അതൊരു നല്ല വാട്ടറാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വാട്ടറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് തെർമൽ പൊല്യൂഷൻ. തെർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് ഓഫ് ഹോട്ട് വാട്ടർ ഫ്രം പവർ പ്ലാന്റ്. പവർ പ്ലാന്റുകളിൽ നിന്നുള്ള ഹോട്ട് വാട്ടറുകളുടെ ഡിസ്ചാർജ്, ഇൻഡസ്ട്രീസ് റൈസസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി വാട്ടർ. അത് വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂട്ടുന്നു. വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് സോലിബിലിറ്റി ഓഫ് ഡിസോൾഡ് ഓക്സിജൻ, ഡിസോൾഡ് ഓക്സിജൻ നമ്മൾ DO എന്ന് വിളിക്കും കേട്ടോ. അതായത് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡോ അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡോ കൂടുതലാണെങ്കിൽ വാട്ടർ കൂടുതൽ പൊല്യൂട്ടഡ് ആയിരിക്കും. ആ കേസിൽ ഡിസോൾഡ് ഓക്സിജൻ കുറവായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചോണേ. അപ്പം ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഈ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ വാട്ടർ കൂടുതൽ പൊല്യൂട്ടഡ് ആയിരിക്കും. കൂടുതൽ പൊല്യൂട്ടഡ് ആണെങ്കിൽ അവിടെ എന്ത് കുറവായിരിക്കും? ഡിസോൾഡ് ഓക്സിജൻ കുറവായിരിക്കും. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. നെക്സ്റ്റ് പ്ലാസ്റ്റിക് ആൻഡ് സോളിഡ് വേസ്റ്റ്. പ്ലാസ്റ്റിക് ആൻഡ് അതർ നോൺ ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് കണ്ടാമിനേറ്റ് വാട്ടർ ആൻഡ് ഹാം അക്വാട്ടിക് ഓർഗാനിസംസ്. ഓക്കെ, സോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പഠനം വന്നത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ കൊറോണ ലോക്ക്ഡൗണിന് ശേഷം ഏതൊക്കെയോ ഒരു പർട്ടിക്കുലർ കടലിനടിയിലുള്ള മീനുകളൊക്കെ ആദ്യമായിട്ട് ആകാശം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് വായിച്ചു ഓർക്കുന്നു. അതായത് അതിന് മുൻപ് വരെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ കാര്യമാണ് കേട്ടോ. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളായിരുന്നു. ഓക്കെ, അതായത് ഈ കൊറോണ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സമയത്ത് ഈ വേസ്റ്റുകളുടെ ഡെപ്പോസിഷൻ ഭയങ്കരമായിട്ട് കുറയുകയും ആ ഒരു എന്താ പറയുക കടൽ കുറെ കൂടെ ക്ലീൻ ആവുകയും ചെയ്തു. അപ്പോൾ ജസ്റ്റ് അത് ഓർത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ കണക്ക് പ്ലാസ്റ്റിക് പോലെയുള്ള നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ വെള്ളത്തിന് കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ അത് അക്വാട്ടിക് ഓർഗാനിസംസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്? മൈനിങ് ആക്ടിവിറ്റീസ്. മൈനിങ് ആക്ടിവിറ്റീസ് ക്യാൻ ഇൻട്രൊഡ്യൂസ് ഹെവി മെറ്റൽസ് ആൻഡ് അസിഡിക് ഡ്രെയിനേജ് ഇൻ ടു എന്താണ് വാട്ടർ. ഓക്കെ, മൈനിങ് ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ടുള്ള ഹെവി മെറ്റൽസോ അസിഡിക് ഡ്രെയിനേജോ ഒക്കെ വാട്ടറിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതും വാട്ടർ പൊല്യൂഷന് കാരണമാകും. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ എഫക്റ്റുകൾ നോക്കാം. ഈ വാട്ടർ പൊല്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് യൂട്രോഫിക്കേഷൻ. BOD എന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ വിശദമായിട്ട് നോക്കാം. യൂട്രോഫിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് വരുന്ന സ്ലൈഡിൽ നോക്കുന്നുണ്ട്, എങ്കിലും എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി വയ്ക്കാം. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സസീവ് നൈട്രേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ് വാട്ടറിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് യൂട്രോഫിക്കേഷന് കാരണമാകുന്നത്. അപ്പോൾ എക്സസീവ് നൈട്രേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ് പ്രധാനമായിട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഫെർട്ടിലൈസേഴ്സിൽ നിന്നാണ് വരുന്നത്. ഫെർട്ടിലൈസേഴ്സ് ആർ നൈട്രേറ്റ്സ് ആൻഡ് ഫോസ്ഫേറ്റ്സ്. നമ്മളിവിടെ ഒരു പോയിന്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഫെർട്ടിലൈസേഴ്സ് ആർ നൈട്രേറ്റ്സ് ആൻഡ് ഫോസ്ഫേറ്റ്സ്. ഓക്കെ, അപ്പോൾ എക്സസീവ് ആയിട്ടുള്ള നൈട്രേറ്റും ഫോസ്ഫേറ്റും ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കും. അതെന്താണ് സംഭവം നമുക്ക് നോക്കാം. എക്സസീവ് ആയിട്ടുള്ള നൈട്രേറ്റും ഫോസ്ഫേറ്റും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആൽഗേസ് ഗ്രോ ആകും. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ആൽഗേസ് ഉണ്ടാവും. വളരെ പെട്ടെന്ന് ആൽഗേസ് വളരുകയാണെന്നുണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ ഓഫ് ആൽഗേ നടക്കും. അവിടെ ഓക്സിജൻ ഡിപ്ലീഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് അക്വാട്ടിക് ഓർഗാനിസംസിന് ഡെത്ത് സംഭവിക്കും.
ഓക്കെ, അതിൻ്റെ റിസൾട്ട് വൈസ് ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് പോലെയാണ് ഞാനിപ്പോൾ ഇത് വരച്ചിട്ടുള്ളത്. ഇനി എന്താണ് സംഭവം എന്ന് നമുക്ക് വരുന്ന സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, യൂട്രോഫിക്കേഷൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ അനാവരണം ചെയ്തത്. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ടുള്ള നൈട്രേറ്റും ഫോസ്ഫേറ്റും ഒക്കെ വാട്ടറിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും എവിടെ നിന്നാണ് വരുന്നത്? നമ്മളിപ്പുറത്ത് പഠിച്ചു, എന്തിൽ നിന്നായിരുന്നു? ഫെർട്ടിലൈസേഴ്സിൽ നിന്നാണ്. അഗ്രികൾച്ചറൽ റാൻ ഓഫിൻ്റെ ഫെർട്ടിലൈസേഴ്സിൽ നിന്നാണ് പ്രധാനമായിട്ടും വാട്ടറിലേക്ക് നൈട്രേറ്റും ഫോസ്ഫേറ്റും ഒക്കെ വരിക. അതിൻ്റെ ഫലമായിട്ട് ആൽഗേസിൻ്റെ റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാവുന്നു. അതിനുശേഷം അതിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നു, ഓക്സിജൻ ഡിപ്ലീഷൻ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അക്വാട്ടിക് ഓർഗാനിസംസ് ഡെത്തിലേക്ക് പോകും. അവിടെ ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് ഗണ്യമായി കുറയുകയും അതിൻ്റെ ഫലമായിട്ട് അക്വാട്ടിക് ഓർഗാനിസംസിൻ്റെ ഡെത്തിന് കാരണമാവുകയും ചെയ്യുന്നു. യൂട്രോഫിക്കേഷൻ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യണം. BOD എന്താണെന്ന് നോക്കാം നമുക്ക്. ദ എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ, ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോളൂ കേട്ടോ. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ റിക്വയർഡ് ബൈ മൈക്രോ ഓർഗാനിസം ടു ഡീകമ്പോസ് ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ. ഓക്കെ, അതായത് ഹയർ BOD ആണെന്നുണ്ടെങ്കിൽ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഹയർ ദ BOD ഗ്രേറ്റർ ദ ഓർഗാനിക് പൊല്യൂഷൻ. അതായത് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് കൂടുതലായിരിക്കും? പൊല്യൂഷൻ കൂടുതലായിരിക്കും. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് കൂടുതലായിരിക്കും? പൊല്യൂഷൻ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ റിക്വയർഡ് ബൈ മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസംസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ട് എന്തിനു വേണ്ടി? ടു ഡീകമ്പോസ് ദ ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ദ എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ റിക്വയർഡ് ബൈ മൈക്രോ ഓർഗാനിസം ടു ഡീകമ്പോസ് ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ. എന്താണ്? BOD അഥവാ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അവിടെ ഓർഗാനിക് പൊല്യൂഷൻ കൂടുതലായിരിക്കും. ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സിംപ്ലി ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ. ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജന്റെ അളവ്. ഓക്കെ, ക്ലീൻ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഹയർ ഡിസോൾഡ് ഓക്സിജൻ ദാൻ ഹെവിലി പൊല്യൂട്ടഡ് വാട്ടർ. അപ്പോൾ ഹെവിലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഡിസോൾഡ് ഓക്സിജൻ വളരെ കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ BOD എന്ന് പറയുന്നത്? നോക്കിക്കോളൂ. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഈസ് ദി എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ റിക്വയർഡ് ബൈ മൈക്രോ ഓർഗാനിസം ടു ഡീകമ്പോസ് ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ എ വാട്ടർ സാമ്പിൾ. ഒരു വാട്ടർ സാമ്പിളിലുള്ള എന്താണ്? എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ റിക്വയർഡ് ബൈ മൈക്രോ ഓർഗാനിസം ടു ഡീകമ്പോസ് ദി ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതിൻ്റെ യൂണിറ്റ് ഓർത്ത് വെച്ചോളൂ, മില്ലിഗ്രാം പെർ ലിറ്റർ ഓർ പാർട്സ് പെർ മില്യൺ ഓഫ് O2. ഓക്കെ, മില്ലിഗ്രാംസ് ഓഫ് ഓക്സിജൻ പെർ ലിറ്റർ ഓഫ് വാട്ടർ എന്നാണ് അത് നോർമലി നമ്മൾ വായിക്കുക. ഓക്കെ, മില്ലിഗ്രാംസ് ഓഫ് ഓക്സിജൻ പെർ ലിറ്റർ ഓഫ് വാട്ടർ ഓർ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നതാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ഹൈ ഓർഗാനിക് പൊല്യൂഷൻ ആയിരിക്കും. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറവാണെങ്കിൽ ക്ലീൻ വാട്ടർ ആയിരിക്കും. ഓക്കെ, ഇനി ഡീകമ്പോസിഷന്റെ സമയത്ത് മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? ഡിസോൾഡ് ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുകയും ഡിസോൾഡ് ഓക്സിജൻ കുറയുകയും ചെയ്യുന്നു. ഹൈ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ക്യാൻ ലീഡ് ടു ഡെത്ത് ഓഫ് ഫിഷ് ആൻഡ് അതർ അക്വാട്ടിക് ഓർഗാനിസംസ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വളരെ കൂടുതലാണെങ്കിൽ അവിടെ ഡിസോൾഡ് ഓക്സിജൻ വളരെ കുറയുകയും ഡിസോൾഡ് ഓക്സിജൻ വളരെ കുറഞ്ഞാൽ അക്വാട്ടിക് ഓർഗാനിസംസ് അഥവാ ഫിഷസ് ഒക്കെ എന്തിന് കാരണമാവും? അവരുടെയൊക്കെ ഡെത്തിന് കാരണമാവും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
സോ പ്രധാനപ്പെട്ട വാട്ടർ പൊല്യൂട്ടൻ്റ്, അവരുടെ സോഴ്സുകൾ, അതിൻ്റെ എഫക്റ്റുകൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നൈട്രേറ്റ്. നൈട്രേറ്റ് പ്രധാനമായിട്ടും നൈട്രേറ്റ്സ് ആയാലും ഫോസ്ഫേറ്റ്സ് ആയാലും പ്രധാനമായിട്ടും എവിടെ നിന്നാണ് വരുന്നത്? നൈട്രേറ്റ്സും ഫോസ്ഫേറ്റ്സും പ്രധാനമായിട്ടും എന്തിന് കാരണമാക്കുന്നു? യൂട്രോഫിക്കേഷന് കാരണമാക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത് ഫെർട്ടിലൈസേഴ്സിൽ നിന്നാണ് വരുന്നത്. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ യൂട്രോഫിക്കേഷൻ്റെ മേജർ കോസിൽ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് വാട്ടറിൽ കലരുന്നത് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് യൂട്രോഫിക്കേഷൻ ആണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? HG മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ്. ഓക്കെ, HG ആയാലും PB ആയാലും CD ആയാലും, അതായത് HG എന്ന് പറഞ്ഞാൽ എന്താണ്? മെർക്കുറി. PB എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഡ്. CD എന്ന് പറഞ്ഞാൽ കാഡ്മിയം, അല്ലേ? ഇപ്പം മെർക്കുറി ആയാലും ലെഡ് ആയാലും കാഡ്മിയം ആയാലും എന്താണ്? ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ നിന്നാണ് വരുന്നത്. ഇത് മൂന്നും ടോക്സിക് ആണ്. ഇതിന്റെ ടോക്സിസിറ്റി പല ഡിസീസസിന് കാരണമാക്കുന്നുണ്ട്. ആ ഡിസീസിനെ കുറിച്ചൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പാത്തോജൻസ്. പാത്തോജൻസ് പ്രധാനമായിട്ടും സീവേജിൽ നിന്നാണ് വരുന്നത്. ഈ സീവേജ് മാനേജ്മെന്റ് അഥവാ അഴുക്ക് ജലം ശുദ്ധീകരിക്കുന്ന ഒരു വളരെ വലിയൊരു പഠനശാഖ തന്നെ ഉണ്ട് കേട്ടോ. അതിലേക്കൊന്നും നമ്മൾ വിശദമായിട്ട് പോകുന്നില്ല. നമ്മൾ പക്ക സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത്. അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ബോൺ ഡിസീസസിന് കാരണമാവുന്നു. നെക്സ്റ്റ് പെസ്റ്റിസൈഡ്സ്, പ്രധാനമായിട്ടും അഗ്രികൾച്ചറൽ റൺ ഓഫിന്റെ ഫലമായിട്ടാണ് ഉണ്ടാവുക. ടോക്സിക് ടു അക്വാറ്റിക് ഓർഗാനിസംസ്. എട്ടാമത്തത് ഓയിൽ പൊല്യൂട്ടന്റ് ആണെങ്കിൽ ഓയിൽ സ്പില്ല് ഹാംസ് ദി അക്വാറ്റിക് ലൈഫ്. അക്വാറ്റിക് ലൈഫിന് എന്തുണ്ടാവുന്നു? ഹാംനെസ് ഉണ്ടാക്കുന്നു. ഓക്കെ, സോ കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ നമുക്ക് എങ്ങനെ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യാം? ഓക്കെ, ഡൊമസ്റ്റിക് സീവേജ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഓക്കെ, സീവേജ് ട്രീറ്റ്മെന്റ് നടത്തി ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ബിഫോർ ഡിസ്ചാർജ്, നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് നടത്തുക. പിന്നെ കൺട്രോൾ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ഓയിൽ സ്പിൽസിന്റെ പ്രിവെൻഷൻ. പിന്നെന്താണ്? പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് സോളിഡ് വേസ്റ്റ്. പ്ലാസ്റ്റിക് വേസ്റ്റും സോളിഡ് വേസ്റ്റും ഒക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക, കൊണ്ട് വെള്ളത്തിൽ കൊണ്ട് വലിച്ചെറിയാതിരിക്കുക. റീസൈക്ലിംഗ് ആൻഡ് റീയൂസ് ഓഫ് വാട്ടർ. നെക്സ്റ്റ് പ്രിവെൻഷൻ ഓഫ് എന്താണ്? ഡംപിങ് വേസ്റ്റ് ഇൻ ടു റിവേഴ്സ് ആൻഡ് ലേക്ക്. അതായത് നമ്മൾ റിവേഴ്സിലേക്കും വേസ്റ്റ് എന്താണ് ലേക്കിലേക്കും ഒക്കെ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്നത് തടയുക. ഇതൊക്കെ വാട്ടർ പൊല്യൂഷൻ തടയാനുള്ള വഴികളാണ്. ഓക്കെ, ഇനി എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് നോക്കാം. യൂട്രോഫിക്കേഷൻ ഈസ് ദി എക്സസീവ് എൻറിച്ച്മെന്റ് ഓഫ് എ വാട്ടർ ബോഡി വിത്ത് ന്യൂട്രിയൻസ്. അതായത് ഒരുപാട് ന്യൂട്രിയൻസ് വാട്ടറിൽ കലരുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രധാനമായിട്ടും നൈട്രേറ്റും ഫോസ്ഫേറ്റും. ഓക്കെ, റിസൾട്ടിങ് ഇൻ എന്താണ്? എക്സസീവ് ഗ്രോത്ത് ഓഫ് ആൽഗെ ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ്. ഓക്കെ, അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പ്രോസസ്സിലേക്ക് വരാം. നോക്കാം. എക്സസീവ് ന്യൂട്രിയൻസ് വരുന്ന സമയത്ത് റാപ്പിഡ് ആയിട്ടുള്ള ആൽഗൽ ഗ്രോത്ത് ഉണ്ടാവുന്നു, അഥവാ ആൽഗൽ ബ്ലൂം ഉണ്ടാവുന്നു. റാപ്പിഡ് ആയിട്ടുള്ള ആൽഗൽ ഗ്രോത്തിനെയാണ് ആൽഗൽ ബ്ലൂം എന്ന് വിളിക്കുക. അവിടെ അതിന്റെ ഫലമായിട്ട് ആൽഗേസ് ഡൈ ആവുന്നു. മൈക്രോ ഓർഗാനിസംസ് അതിനെ ഡീകമ്പോസ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നു. ഡിസോൾഡ് ഓക്സിജൻ കുറയുന്നു. അക്വാട്ടിക് ഓർഗാനിസംസ് മരിച്ചു പോകുന്നു. ഓക്കെ, ഇതാണ് യൂട്രോഫിക്കേഷന്റെ എഫക്റ്റ്. യൂട്രോഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത്? നൈട്രേറ്റ്സും ഫോസ്ഫേറ്റ്സും ആണ്, അല്ലെ? നൈട്രേറ്റ്സ് പ്ലസ് ഫോസ്ഫേറ്റ്സ് കൂടുമ്പോൾ എന്തുണ്ടാവുന്നു? നൈട്രേറ്റ്സ് വെച്ച് ഫോസ്ഫേറ്റ്സ് കൂടുമ്പോൾ ആൽഗൽ ബ്ലൂം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതിന്റെ ഫലമായിട്ട് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നു. അതിന്റെ ഫലമായിട്ട് ഡിസോൾഡ് ഓക്സിജൻ കുറയുന്നു. അതിന്റെ ഫലമായിട്ട് അക്വാട്ടിക് ലൈഫ് പ്രശ്നത്തിലാവുന്നു. ഓക്കെ, പ്രശ്നത്തിലാവുന്നു എന്നുള്ളത് ഞാൻ ഒരു ഡൗൺവേർഡ് ആരോ മാർക്കാണ് ഉപയോഗിച്ചത് കേട്ടോ. ഇതാണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്. ഈ ഒരു ധാരണ ഉണ്ടാവണം. ഓക്കെ, സെറ്റ് അല്ലേടോ?
ഇനി അതിന്റെ കോസസ് വായിച്ചു നോക്കിക്കേ. എക്സസീവ് യൂസ് ഓഫ് നൈട്രജൻ ആൻഡ് ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസർ. അപ്പം യൂട്രോഫിക്കേഷന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗമാണ്. നൈട്രജനും ഫോസ്ഫറസും ആണ്, ഫോസ്ഫേറ്റും ആണ് ഇത് ഉണ്ടാക്കുന്നത്. നൈട്രേറ്റും ഫോസ്ഫേറ്റും ആണ് ഇത് ഉണ്ടാക്കുന്നത്. ആ നൈട്രേറ്റും ഫോസ്ഫേറ്റും വാട്ടറിലേക്ക് വരാൻ കാരണം ഫെർട്ടിലൈസേഴ്സ് ആണല്ലോ. അപ്പോൾ വൺ ഓഫ് ദ മേജർ കോസ് ആയിട്ട് ഫെർട്ടിലൈസേഴ്സ് പറയാം. പിന്നെ ഡൊമസ്റ്റിക് സീവേജിന്റെ ഡിസ്ചാർജ്, ഫോസ്ഫേറ്റ് കണ്ടെയ്നിങ് ഡിറ്റർജൻസ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ, അഗ്രികൾച്ചറൽ റൺ ഓഫ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിന്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയോളൂ. ആൽഗൽ ബ്ലൂം വാട്ടറിന്റെ സർഫസിൽ വരും. സൺലൈറ്റ് പെനിട്രേഷൻ ഇൻ ടു വാട്ടർ ഡിഗ്രി. ആൽഗൽ ബ്ലൂം മണ്ടയ്ക്ക് വന്ന് അടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് സൺലൈറ്റ് പെനിട്രേഷൻ കുറയും. അതിന്റെ ഫലമായിട്ട് ഡെഡ് ആൽഗേസിന്റെ ഡീകമ്പോസിഷൻ കൂടും. അതിന്റെ ഫലമായിട്ട് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടും. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ഡിസോൾഡ് ഓക്സിജൻ കുറയും. അതിന്റെ ഫലമായിട്ട് ഫിഷും മറ്റുള്ള അക്വാട്ടിക് ഓർഗാനിസംസും ഡൈ ആവും ഡ്യൂ ടു ഓക്സിജൻ ഡെഫിഷ്യൻസി. അതായത് ഡിസോൾഡ് ഓക്സിജൻ ഭയങ്കരമായിട്ട് കുറയും. വാട്ടർ ക്വാളിറ്റി ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്ത് ചെയ്യും? കുറയും. വാട്ടറിന്റെ ക്വാളിറ്റിയും അതിന്റെ ബയോഡൈവേഴ്സിറ്റിയും അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? ഇപ്പൊ നമ്മൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഈസ് ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു കെമിക്കലി ഓക്സിഡൈസ് ദ ഓക്സിഡൈസബിൾ പൊല്യൂട്ടന്റ്. ഓക്സിഡൈസബിൾ ആയിട്ടുള്ള പൊല്യൂട്ടന്റുകളെ ഓക്സിഡൈസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഓക്സിജൻ, അതിനെയാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ള പേരിട്ട് വിളിക്കാം. COD, the amount of oxygen required to chemically oxidize the oxidizable pollutants or organic matter present in the water sample. ഓക്കെ, അതിന്റെ കീ പോയിന്റ്സ് എന്തൊക്കെയാണ്? അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മില്ലിഗ്രാംസ് ഓഫ് ഓക്സിജൻ പെർ ലിറ്റർ ഓഫ് വാട്ടർ ആണ് അതിന്റെ യൂണിറ്റ്. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മെഷേഴ്സ് ഓക്സിജൻ റിക്വയർഡ് ഫോർ കെമിക്കൽ ഓക്സിഡേഷൻ. അതായത് എത്രമാത്രം ഓക്സിജൻ വേണം എന്നതിന്റെ ഒരു അളവാണ്. എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിനേക്കാൾ വലുതായിരിക്കും, അല്ലെങ്കിൽ ഈക്വലോ ആവാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഈ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിനേക്കാൾ വലുതോ അല്ലെങ്കിൽ തുല്യമോ ആവാം. ഓക്കെ, ഇനി ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആയാലും ശരി, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആയാലും ശരി, അത് രണ്ടും കൂടുക എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കൂടുന്നു എന്നാണ് അർത്ഥം. ഹൈ COD എന്ന് പറഞ്ഞാൽ ഹൈ പൊല്യൂഷൻ. ഹൈ COD ഹൈ BOD ആണെങ്കിൽ DO കുറവായിരിക്കും, ഡിസോൾഡ് ഓക്സിജൻ കുറവായിരിക്കും. അതിന്റെ ഫലമായിട്ട് എന്ത് കൂടുന്നു? പൊല്യൂഷൻ കൂടുന്നു. ഇറ്റ് ഈസ് ജനറലി ഹയർ ദാൻ, എന്താണ് കണ്ടോ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിനേക്കാൾ വലുതാണ് ഫോർ സെയിം വാട്ടർ ആൻഡ് സാമ്പിൾ, ബിക്കോസ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ക്യാൻ ഇൻക്ലൂഡ് സബ്സ്റ്റൻസസ് ദാറ്റ് മൈക്രോ ഓർഗാനിസം കനോട്ട് റിയലി ഓർ റെഡിലി ബയോഡിഗ്രേഡബിൾ. ഓക്കെ, സോ നെക്സ്റ്റ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മെഷർമെന്റ് ഈസ് ഫാസ്റ്റർ ദാൻ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതായത് BOD പെർഫോം ചെയ്യാൻ എടുക്കുന്ന സമയത്തിനേക്കാൾ വേഗതയിൽ നമുക്ക് COD പെർഫോം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു കമ്പാരിസൺ ടേബിൾ നോക്കാം. BOD എന്ന് പറഞ്ഞാൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, COD എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. മൈക്രോ ഓർഗാനിസംസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഓക്സിഡൈസിങ് ഏജന്റുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മെഷേഴ്സ് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ, മെഷേഴ്സ് കെമിക്കലി ഓക്സിഡൈസബിൾ മാറ്റർ, takes several days, can be determined much faster, usually lower than chemical oxygen demand, usually higher than biochemical oxygen demand. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു കമ്പാരിസൺ ടേബിൾ. ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ്? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മെഷേഴ്സ് ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ
കെമിക്കൽ ഓക്സിഡേഷൻ ഓഫ് ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസസ്. ഓക്സിഡൈസബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ ഓക്സിഡേഷന് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ അളവിന്റെ മെഷറാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. പറഞ്ഞു പഠിക്കാൻ എളുപ്പമല്ലേ. ഓക്സിഡൈസബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ കെമിക്കൽ ഓക്സിഡേഷൻ മെഷർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ അളവ് അഥവാ ഡിമാൻഡ്, അതാണ് നമ്മൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ള പേരിട്ട് വിളിക്കുക, അഥവാ COD. നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, യൂണിറ്റ് ഓഫ് COD ഈസ് എന്താണ്? mg/L of O2, milligram of oxygen per liter of water. milligram of oxygen per liter of water. മൂന്നാമത്തത്, ഹൈ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വാല്യൂ ഇൻഡിക്കേറ്റ്സ് ഹൈ പൊല്യൂഷൻ. നാലാമത്തത്, which is generally greater for same water sample. generally greater എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മെയിൻലി ഇൻവോൾവ്സ് മൈക്രോബിയൽ ഡീകമ്പോസിഷൻ. ഓക്കെ, കെമിക്കൽ ഓക്സിഡേഷൻ എന്താണ്? അത് കെമിക്കൽ ഓക്സിഡേഷൻ ഡിമാൻഡ് ആണ്. മൈക്രോബിയൽ ഡീകമ്പോസിഷൻ ആണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ആറാമത്തത്, വെൻ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇൻക്രീസസ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഡിക്രീസസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞല്ലേ. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടിയാൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയും, അല്ലെ? വെൻ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇൻക്രീസസ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഡിക്രീസസ്. വെൻ BOD ഇൻക്രീസസ് DO ഡിക്രീസസ്. ഏഴാമത്തത്, when high biochemical oxygen demand in water body may result in high BOD എന്ന് പറഞ്ഞാൽ ഫിഷ് പോപ്പുലേഷൻ കൂടുവോ? ഇല്ല. ഡെത്ത് ഓഫ് അക്വാട്ടിക് ഓർഗാനിസംസ്. ഓക്കെ, ഹൈ BOD എന്ന് പറഞ്ഞാൽ BOD കൂടിക്കഴിഞ്ഞാൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയും. ദാറ്റ് ലീഡ്സ് ടു ഡെത്ത് ഓഫ് എന്താണ്? അക്വാട്ടിക് ഓർഗാനിസംസ്. ഡെത്ത് ഓഫ് അക്വാട്ടിക് ഓർഗാനിസംസ്. അക്വാട്ടിക് ഓർഗാനിസംസിന്റെ ഡെത്തിന് അത് കാരണമാവുന്നു. നെക്സ്റ്റ് എട്ടാമത്തത്, വിച്ച് പ്രോസസ് ക്യാൻ ഇൻഡിക്കേറ്റ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ സർഫസ് വാട്ടർ? ഓക്കെ, എന്താണ്? ഫോട്ടോസിന്തസിസ് ബൈ അക്വാട്ടിക് പ്ലാന്റ്. അക്വാട്ടിക് പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തസിസ് പ്രധാനമായിട്ടും വാട്ടറിന്റെ സർഫസിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കൂട്ടും. അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അക്വാട്ടിക് പ്ലാന്റിൽ നടക്കുന്ന ഇപ്പൊ കൂടുതൽ അക്വാട്ടിക് പ്ലാന്റ് ഉള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് വളരെ കൂടുതലാവുകയും അവിടെ എന്താണ് ജലജീവികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കും. ഓക്കെ, സോ ഫോട്ടോസിന്തസിസ് ബൈ അക്വാട്ടിക് പ്ലാന്റ്സ് ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കൂട്ടും, ഓർത്ത് വെച്ചോണേ. ഒൻപതാമത്തത്, എ ഡിസോൾവ്ഡ് ഓക്സിജൻ വാല്യൂ അബൌട്ട് 7 parts per million ജനറലി ഇൻഡിക്കേറ്റ്. ഡിസോൾവ്ഡ് ഓക്സിജൻ വളരെ നിയർലി സീറോ ആണ് ഹൈലി പൊല്യൂട്ടഡിൽ വരിക. ഓക്കെ, റീസണബിളി വെൽ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ആണ് 7 ppm. നമ്മുടെ പോർട്ടബിൾ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ അറൌണ്ട് 6 to 8 ppm ആണ്. പക്ഷെ ഇതിനെന്താ പറയാ, ടെമ്പറേച്ചർക്ക് ഇതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ഇല്ല. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ എക്സാമിന് വന്ന ചോദ്യം അവരതങ്ങ് ഡിലീറ്റ് ചെയ്യായിരുന്നു ചെയ്തത്. ആ ക്വസ്റ്റ്യൻ ഞാൻ നോക്കട്ടെ. PSC കഴിഞ്ഞ എക്സാമിന് ഇവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അവർ പിന്നീട് ഇതിനെന്താ പറയാ, ആ ചോദ്യം ഞാൻ പറയാട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാം. പക്ഷെ പർട്ടിക്കുലർലി ഇപ്പൊ പോർട്ടബിൾ വാട്ടറിന് എത്ര ആയിരിക്കും, ഡ്രിങ്കിങ് വാട്ടറിന് എത്ര ആണ് ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് വരിക എന്നുള്ള രീതിയിൽ അവർക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് BIS IS 10500 അനുസരിച്ച് there is no specified limit for dissolved oxygen. ഡിസോൾവ്ഡ് ഓക്സിജന് ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ എക്സാമിന് 2023 നടന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന്റെ
ആ ചോദ്യം ഡിലീറ്റ് ചെയ്യായിരുന്നു ചെയ്തത്. PSC ആ ചോദ്യം ഡിലീറ്റ് ചെയ്യായിരുന്നു ചെയ്തത്. അവിടെ പാർട്സ് പെർ മില്യൺ ലെവൽ ഓഫ് ഡിസോൾഡ് ഓക്സിജൻ ഇൻ പോർട്ടബിൾ വാട്ടർ, കുടിവെള്ളത്തിലെ ഡിസോൾഡ് ഓക്സിജന്റെ അളവ് എത്രയായിരുന്നു എന്നായിരുന്നു ചോദ്യം. അവിടെ 1 to 3 ppm, 4 to 6 ppm, 5 to 10 ppm, 0 ppm അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ചോദ്യം അവർ പറഞ്ഞ അനുസരിച്ച് അവർ ഉദ്ദേശിച്ച ആൻസർ മേ ബി 5 to 10 ppm ആയിരിക്കണം. അതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അതേ ഉള്ളൂ. ഓക്കെ, അതിനകത്ത് ഡ്രിങ്കിങ് വാട്ടർ, പോർട്ടബിൾ വാട്ടർ അറൌണ്ട് 5 to 10 ppm ഓക്സിജൻ ഡിസോൾവ്സ് ഇൻ ടു വാട്ടർ ത്രൂ അറ്റ്മോസ്ഫിയറിക് എന്താണ് എയറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ് ബൈ അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ആ ചോദ്യം നമുക്ക് നിലനിൽക്കുന്ന ചോദ്യമല്ല. കാരണം എന്താണ്, ടെമ്പറേച്ചർ പോലെയുള്ള കണ്ടീഷൻസ് ഇതിനെ സ്വാധീനിക്കും. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഡിസോൾഡ് ഓക്സിജൻ നമുക്ക് ഇപ്പോൾ പോർട്ടബിൾ വാട്ടറിന് ഇത്ര എന്നുള്ള രീതിയിലൊന്നും നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം കേട്ടോ. ക്ലിയർ അല്ലേടോ? ഇവിടെ 7 ppm എന്ന് പറഞ്ഞാൽ ഹൈലി എന്താണ് വെൽ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ എന്നുള്ള രീതിയിലാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അക്കോർഡിംഗ് ടു ഇന്ത്യൻ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ്, Indian drinking water standard, according to Indian drinking water standard BIS IS 10500, there is no specified limit for dissolved oxygen. No specified limit for dissolved oxygen. ഓക്കെ, ഡിസോൾഡ് ഓക്സിജൻ എന്തില്ല, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ലിമിറ്റ് ഇല്ല. ദർ ഈസ് നോ സ്പെസിഫൈഡ് ലിമിറ്റ് ഫോർ ഡിസോൾഡ് ഓക്സിജൻ. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. നെക്സ്റ്റ് 10ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ദ ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് ഓഫ് ക്ലീൻ പോർട്ടബിൾ വാട്ടർ ഈസ് ജനറലി അറൌണ്ട്. ജനറലി എന്നിവിടെ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ എക്സാമിന് ചോദിച്ചത് ജനറലി എന്നായിരുന്നില്ല. വാട്ട് ഷുഡ് ബി ദ ppm, ഷുഡ് ബി കൃത്യമായി എത്രയായിരിക്കണം എന്ന രീതിയിലാണ് ചോദിച്ചത്. ആ ഷുഡ് ബിയിലും ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ആ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെടേണ്ടി വന്നത്. ഓക്കെ, ജനറലി എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ അറൌണ്ട് 6 to 8 ppm ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എ വാട്ടർ സാമ്പിൾ ഹാവിംഗ് ഡിസോൾഡ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു 0 ppm is called അനോക്സിക്. ഓക്സിജൻ കണ്ടന്റേ ഇല്ല അതിനകത്ത്. ഡിസോൾഡ് ഓക്സിജൻ 0 ആണെങ്കിൽ ദാറ്റ് ഈസ് അനോക്സിക് ആണ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സോയിൽ പൊല്യൂഷൻ ആണ് കേട്ടോ. സോയിൽ പൊല്യൂഷൻ നോക്കാനുണ്ട്. സോയിൽ പൊല്യൂഷൻ കഴിഞ്ഞ് കുറച്ച് എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, മിനാമാറ്റ ഡിസീസ്, ഇറ്റ ഡിസീസ്, അത് ഏത് മെറ്റലാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. പിന്നെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, മീഥൈൽ ഐസോസൈനേറ്റിന്റെ ഫലമായിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. പിന്നെ ചെർണോബിൽ ഇൻസിഡന്റ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരൊക്കെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ഒക്കെയാണ് ഈ മൊഡ്യൂളിൽ ഇനി വരുന്ന നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ. സോ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. ഏതാണ് 4 ഓപ്ഷൻസ് തന്നിട്ട് അതിനകത്ത് ഒരു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ഏതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ് നമുക്ക് അടുത്ത സോയിൽ പൊല്യൂഷൻ തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.